നമസ്കാരം പ്രിയ കർഷക സുഹൃത്തുക്കളെ. നമ്മളിന്ന് കുറ്റിക്കുരുമുളക് നമ്മൾ എങ്ങനെയാണ് ഉണ്ടാക്കുക എന്നുള്ളതിനെ പറ്റിയിട്ടാണ്. അതായത് പെട്ടെന്ന് തന്നെ നമ്മൾ തൈകളാക്കി എടുക്കുന്ന കാര്യത്തെ പറ്റിയാണ് പറയുന്നത്. സാധാരണ നമുക്ക് കുരുമുളകിൽ നിന്ന് വ്യത്യസ്തമായി ഇത് പടർന്ന് കയറാതെ തന്നെ കുറ്റിച്ചെടിയായി വളരുന്നതാണ് ഈ കുറ്റിക്കുരുമുളക് എന്ന് പറയുന്നത്. സ്ഥലം പരിമിതി ഉള്ളവർക്കും അതേപോലെ തന്നെ ടെറസിലും വളരെ എളുപ്പത്തിൽ തന്നെ കൃഷി ചെയ്യാൻ സൗകര്യപ്രദമാണ് ഇത്. അപ്പോൾ ഇത് വളരെ എളുപ്പത്തിൽ നമുക്ക് എങ്ങനെ തൈകളാക്കി ഉണ്ടാക്കിയെടുക്കാമെന്ന് നോക്കാം. നമുക്ക് വീഡിയോയിലേക്ക് പോവാം. കുറ്റിക്കുരുമുളക് ചെടി ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ തിരഞ്ഞെടുത്തിരിക്കുന്നത്. ഈ ചെടിയാണിത്. ഇത് ഏകദേശം ഒരു 3 വർഷം പഴക്കമുണ്ട്. ഇത് ആദ്യത്തെ തൈ. പിന്നെ ഇതിൽ നിന്ന് കട്ട് ചെയ്ത് വെച്ച തൈകളാണ് ലാസ്റ്റുള്ള ആ ഡ്രമ്മിലുള്ള തൈ. ഈ സെൻറ്ററിലുള്ളതും അത് വേറെ പുറത്തുനിന്ന് മേടിച്ച് വെച്ചൊരു തൈയാണ്. അത് ഈയിടെ അടുത്ത് വെച്ചാണ്. നമ്മൾ ചെയ്യുമ്പോൾ ചെടികളുടെ പ്രായം ഏകദേശം 3 വർഷത്തിൽ കുറഞ്ഞു പോകരുത്. അതിൽ നിന്നായിരിക്കണം നമ്മൾ കമ്പ് കട്ട് ചെയ്ത് പുതിയ തൈകൾ ഉണ്ടാക്കുന്നത്. നല്ലൊരു കമ്പ് നമുക്ക് സെലക്ട് ചെയ്യാം. അധികം ഈ കുറച്ച് വേരുകളൊക്കെ പൊട്ടി വരുന്ന സംഭവം ഉണ്ടാകും. ആ കായുള്ള താഴെ ഇവിടെ വെച്ചിട്ട് നമുക്ക് ഇതിനെ മുറിച്ചെടുക്കാവുന്നതാണ്. അപ്പം നമ്മൾ മുറിച്ചെടുക്കുമ്പോൾ ഈ കമ്പാണ് നമ്മൾ മുറിച്ചെടുക്കാൻ ഉദ്ദേശിച്ചത്. അപ്പം അതിൻ്റെ ഇവിടെ വെട്ടിക്കള ഇത് തുന്നം ആണ്. അത് നമുക്ക് അതിൻ്റെ ആവശ്യമില്ല. മൂത്ത ഏകദേശം നല്ല, അതായത് കായ് വന്നതാണ്. കായ് ഉള്ള വള്ളി തന്നെയാണത്. എല്ലാ വള്ളിയിലും കായ് ഉണ്ടാവും. പക്ഷേ ഇത് അവിടെ ആ കായുള്ള കമ്പ് ഒഴിവാക്കിയിട്ട് അതിന് താഴെ വെച്ച് കട്ട് ചെയ്യാം. നമ്മൾ കുഴിച്ചിടുമ്പോൾ നമുക്കൊരു 2 കമ്പെങ്കിലും താഴ്ന്നിരിക്കണം, മണ്ണിൽ താഴ്ന്നിരിക്കണം, ആ പരുവത്തിലായിരിക്കണം. ഒരു 3 കുറ്റിക്കുരുമുളകിൻ്റെ തൈ നമ്മളൊരു ഗ്രോ ബാഗിൽ വെച്ച് കഴിഞ്ഞാൽ ഏകദേശം ഒരു വീട്ടിലെ ആവശ്യത്തിനൊക്കെ കുരുമുളക് നമുക്ക് പച്ചയായിട്ടൊക്കെ കിട്ടും. ഈ മുറിച്ചെടുത്ത കമ്പ് നമ്മൾ പ്രത്യേകിച്ചൊന്നും ചെയ്യൊന്നും വേണ്ട. പ്രത്യേകിച്ച് നമ്മളതിന് വേണ്ടി പോട്ട് തയ്യാറാക്കി ഒന്നും വേണ്ട. നമുക്ക് നമ്മുടെ വീട്ടിൽ തന്നെയുള്ള ഏതെങ്കിലും ചെടി, ഇതിപ്പോൾ ഒരു മുളക് ചെടിയാണ്, കാന്താരി മുളകിൻ്റെ ചെടിയായിരുന്നു. അതിന് കുറഞ്ഞൊരു രോഗം നശിച്ചു പോയതാണ്. അപ്പോൾ ഇതിൻ്റെ തടത്തിലാണ് ഞാൻ വയ്ക്കുന്നത്. വെറുതെ ജസ്റ്റ് ഒന്ന് കുത്തിയിട്ട് കൊടുത്താൽ മതി നമുക്ക്. കാര്യം നമ്മൾ വല്ലാണ്ട് റിസ്ക് ഒന്നും എടുത്ത് നമ്മൾ ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. ചിലപ്പോൾ പിടിക്കാണ്ടിരുന്നു കഴിഞ്ഞാൽ നമുക്കത് നഷ്ടമായി വരും. നമ്മൾ ആ പോട്ടി മിക്സെല്ലാം നമുക്ക് നഷ്ടം. നമ്മളെടുത്ത ജോലിയൊക്കെ ഏതെങ്കിലും ചെടിയുടെ ഗ്രോ ബാഗിൽ നമുക്കിത് ചെയ്യാവുന്നതാണ്. അതിന് പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ടല്ല. അതിലൊരു ചെറിയൊരു കുഴി എടുത്തിട്ട് ആ 2 കമ്പ് അതിലിറക്കി വെച്ച് കൊടുക്കുക. എന്നിട്ട് ആ പോട്ടി മിക്സിന് അതിനകത്തുള്ള ആ ഗ്രോ ബാഗിനകത്തുള്ള സംഭവം തന്നെ നമുക്ക് മാറ്റിയിട്ട് കൊടുത്താൽ മതി. ഏകദേശം 3 ആഴ്ചക്ക് ശേഷം തന്നെ ഇതിനൊക്കെ തളിർപ്പ് വന്നു തുടങ്ങും. എന്നിട്ട് നമ്മൾ ഈ കുറച്ച് സ്യൂഡോമോണസ് മിക്സ് ചെയ്ത വെള്ളം ഒഴിച്ചു കൊടുക്കുക. അങ്ങനെ വെച്ചിട്ടാൽ മതി. പിന്നെ വയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, കൂടുതൽ വെയിലുള്ള സ്ഥലത്ത് വെക്കരുത്, തണലുള്ള സ്ഥലത്ത് തന്നെ വെക്കണം. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. പുതിയ തൈകൾ ഉണ്ടാക്കുന്നതിന് വേണ്ടി നമ്മൾ കമ്പ് സെലക്ട് ചെയ്ത് എടുക്കുമ്പോൾ മാതൃസസ്യത്തിൽ നിന്ന് എടുക്കുന്ന സമയത്ത് ഉപയോഗിക്കുന്ന കത്രി, കട്ടർ അങ്ങനെയുള്ള സാധനങ്ങൾ സ്റ്റെറിലൈസ് ചെയ്ത് അണുവിമുക്തമാക്കേണ്ടതാണ്. എന്നിട്ട് ഈ 2 കമ്പ് ഞാൻ നേരത്തെ പറഞ്ഞില്ല, അതിൽ ആ ഇലയുള്ള ഭാഗം നമ്മൾ എടുത്ത് കളയണം. കാരണം അത് മണൽ തട്ടിക്കഴിഞ്ഞാൽ ഫംഗസ് ബാധ വരാനുള്ള സാധ്യതയുണ്ട്. അപ്പം ഇതേപോലെ വൃത്തിയാക്കി വെക്കുക. ഈ 2 കമ്പ് നമുക്ക് മണലിൽ അകത്ത് പോകാനുള്ളതാണ്. ഇത് നമ്മൾ നേരത്തെ കാണിച്ച ആ ഗ്രോ ബാഗ് തന്നെയാണ്. നമ്മൾ നേരത്തെ പുതിയ നട്ടതാണ്. ഇത് അതിന് മുമ്പുള്ളതാണ്. 2 തൈകൾ വെച്ചതാണിത്. ആ മുളക് മരം തന്നെയാണത്. അതിപ്പോൾ ഇന്നാണ് ചെയ്തത്. അപ്പോൾ അതിന് മുമ്പ് ഇപ്പോൾ 1 മാസം ആയിട്ടുണ്ട് കേട്ടോ. 1 മാസം മുമ്പ് അത്യാവശ്യം വളർന്നു. ഞാൻ മഴ ആയതുകൊണ്ട് പറിച്ചു വയ്ക്കാൻ താമസിച്ചതാണ്. ഇത് നന്നായി പിടിച്ചു വന്നുകൊണ്ട് തന്നെയാണ് വീണ്ടും നമ്മൾ ഈ ഗ്രോ ബാഗിൽ തന്നെ നമ്മൾ വീണ്ടും പരീക്ഷിക്കുന്നത്. അപ്പോൾ നമുക്കിതിനെ എടുത്ത് മാറ്റി പുതിയ ഒരു ചെടിച്ചട്ടിയിലേക്ക് മാറ്റി നടാം. ചെറിയ ചട്ടി മതി, കാര്യം അത്ര വലിപ്പമൊന്നുമില്ല. പിന്നെ നമുക്ക് വലുതാകുമ്പോൾ അതെടുത്ത് മാറ്റി നടാവുന്നതാണ്. അപ്പോൾ അതിൻ്റെ വേരൊന്നും കളയാത്ത രീതിയിൽ നല്ല ടൂൾസ് ഉപയോഗിച്ചിട്ട് തന്നെ താഴ്ന്ന് എടുക്കുക. ഒന്ന് മണ്ണിളക്കിയിട്ടൊന്ന് വലിച്ചാൽ മതി. അധികം വേരൊന്നും വന്ന് കാണില്ല. അങ്ങനെ വലിച്ചെടുക്കാം നമുക്ക്. എന്നിട്ട് നമുക്ക് പുതിയ ചട്ടിയിലേക്ക്
മാറ്റി നടാവുന്നതാണ്. അപ്പോൾ പുതിയ ചട്ടിയിൽ നമ്മൾ പോട്ടി മിക്സൊക്കെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. കണ്ടില്ലേ, വേര് അത്യാവശ്യം വേരുണ്ട്. ഈ വേരോട് കൂടി നമുക്ക് പുതിയ ചട്ടിയിലേക്ക് മാറ്റി നടാവുന്നതാണ്. അപ്പോൾ നമുക്ക് ആ പോട്ടി മിക്സും കൂടി നമുക്കൊന്ന് കാണാവുന്നതാണ്. ഇപ്പോൾ പോട്ടി മിക്സാണ്. ഇതിൽ കാര്യമായിട്ടുള്ളത് ചകിരിച്ചോറ് കമ്പോസ്റ്റാണ്, പിന്നെ ചാണകപ്പൊടി, കടലപ്പിണ്ണാക്ക്, കുറച്ച് പെർലൈറ്റ് ഇട്ടിട്ടുണ്ട്, പിന്നെ വേപ്പിൻ പിണ്ണാക്ക്, അതേപോലെ ഒരു 6 ഇഞ്ച് വ്യാസമുള്ള ഒരു 2 പോട്ടാണ് നമ്മൾ ഇതിനു വേണ്ടി എടുത്തിരിക്കുന്നത്. ഇതിലേക്കാണ് നമുക്ക് നിറയ്ക്കേണ്ടത്. ഇതിൽ 1:1 എന്ന അനുപാതത്തിലാണ് മണലും ചകിരിച്ചോറ് കമ്പോസ്റ്റും ചേർത്തിരിക്കുന്നത്. വെള്ളം തീരെ നിൽക്കാൻ പാടില്ല. വെള്ളം നിന്ന് കഴിഞ്ഞാൽ ഇത് ചീത്തയായി പോകും. അതേപോലെ നമ്മൾ പോട്ടിൻ്റെ താഴ്ഭാഗത്ത് പോട്ട് കഷ്ണം വെച്ചിട്ട് ദൂരങ്ങൾ വെള്ളം വാർന്നു പോകാനുള്ള സൗകര്യം കൂടി ചെയ്തു കൊടുക്കണം നമ്മൾ. ഈ പോട്ടി മിക്സ് ഫില്ല് ചെയ്ത പോട്ടിൻ്റെ നമ്മൾ കുഴിയുണ്ടാക്കി ചെടി നടാൻ വേണ്ടത്. അപ്പം അതിൻ്റെ തണ്ട് താഴ്ത്തി ഈ 2 തണ്ട് പോണ രീതിയിൽ, വേര് വന്ന ഭാഗം അതിലേക്ക് വയ്ക്കുന്ന രീതിയിൽ താഴ്ത്തി നമ്മൾ വീണ്ടും പോട്ടി മിക്സ് ഇട്ട് ഫില്ല് ചെയ്ത് ഉറപ്പിച്ച് നിർത്തിയ ചെടിയെ. നമുക്കൊരു കമ്പ് കൂടി കൊടുക്കേണ്ടി വരും. കാര്യം കാറ്റൊക്കെ വന്നു കഴിഞ്ഞാൽ ആടി പോകരുത്. അതിനെ വേരുകൾ പിടിക്കുന്നവരെ നമ്മളൊരു 10 ദിവസം നമ്മൾ തണലത്ത് വെക്കേണ്ടതാണ്. അടുത്ത ചെടി കൂടി നമുക്ക് 2ാമത്തെ പോട്ടിൽ നടാവുന്നതാണ്. ചെടി നട്ട ശേഷം ഒരു കമ്പ് എടുത്ത് നമ്മൾ ചെടിക്ക് സപ്പോർട്ട് കൊടുത്ത് അതിനവിടെ കെട്ടി നിർത്തേണ്ടതാണ്. കാറ്റിൽ നിന്ന് നമുക്ക് അതിനെ രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ്. ഇളകി കഴിഞ്ഞാൽ ഇതിൻ്റെ വേരോട്ടത്തെ ബാധിക്കും. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ കമ്പ് വെച്ച് സപ്പോർട്ട് ചെയ്യുന്നത്. കമ്പിട്ട് കൊടുത്ത് ചെടിയെ ബലമായി നിർത്തിയ ശേഷം നമുക്ക് ഇതിൽ സ്യൂഡോമോണസ് ലായനി ഒഴിച്ചു കൊടുക്കാം. ഇതിപ്പോൾ നമ്മൾ 1 ലിറ്ററിൽ 5 ഗ്രാം സ്യൂഡോമോണസ് എടുത്തിട്ട് നമ്മൾ സ്യൂഡോമോണസ് കൊടുക്കുന്നതാണ് നല്ലത്. ചെടി വെച്ച സമയത്ത് ഒരു 10-15 ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷം തന്നെ ഇതിന് പുതിയ തളിർപ്പുകളൊക്കെ വന്നു തുടങ്ങുന്നതാണ്. ശേഷം നമ്മൾ ഇതിനെ തണലത്തേക്ക് മാറ്റി വെക്കണം. വെയിലും മഴയും കൊള്ളാത്ത രീതിയിൽ വെളിച്ചുള്ള ഭാഗത്തേക്ക് മാറ്റി വെക്കുക. നമ്മുടെ വീടിൻ്റെ തറയോട് ചേർന്നുള്ള ഭാഗത്ത് ഒരു 10-15 ദിവസത്തെ റെസ്റ്റ് കൊടുക്കുക. നല്ല വലിയ ചെടിയായി വന്നതിന് ശേഷം നമുക്ക് പോട്ട് മാറ്റി കുറച്ച് വലിയ പോട്ടിലേക്ക് മാറ്റാവുന്നതാണ്. നമ്മുടെ വീട്ടിലെ ആവശ്യത്തിന് കുട്ടികൾക്ക് പോലും പൊട്ടിച്ചെടുക്കാവുന്ന രീതിയിൽ തന്നെ നമുക്ക് കുരുമുളക് ഉണ്ടായി കിട്ടും. കൂടുതൽ വെയിൽ അടിക്കുന്ന ഭാഗങ്ങളിൽ വയ്ക്കാതിരിക്കുക. തണൽ വെയിൽ വേണമെങ്കിൽ കൂടി ശക്തമായ വെയിൽ കുരുമുളകിന് ഗുണം ചെയ്യില്ല. എൻ്റെ വീട്ടിലൊക്കെ അത്യാവശ്യം ഉള്ള കുരുമുളക് ഈ 2 ചെടികളിൽ നിന്ന് മാത്രം കിട്ടുന്നുണ്ട്. പിന്നെ ഒരു ചെടി. അപ്പോൾ ഇത്രയേ ഉള്ളൂ കൂട്ടുകാരെ. ഈ വീഡിയോ അടുത്ത വീഡിയോ ആയിട്ട് കാണാവുന്നതാണ്. അപ്പോൾ എല്ലാവരും വീട്ടിലൊന്ന് പരീക്ഷിച്ച് നോക്കുക. വീട്ടിൽ കുരുമുളക്, കുറ്റിക്കുരുമുളക് ഉണ്ടെങ്കിലും വള്ളിക്കുരുമുളക് ആണെങ്കിലും ശരി, കായ്ക്കുന്ന തണ്ട്, അതായത് വള്ളിക്കുരുമുളക് കായ്ക്കുന്ന തണ്ടിൽ മുറിച്ചെടുത്ത് നമുക്ക് ഇതേപോലെ ചെയ്യാവുന്നതാണ്.